ദൈവവചനം കേൾക്കണത് എന്തിനാണ്? ദൈവത്തിൻ്റെ ചുറ്റുപാടുകൾ അറിയാൻ വേണ്ടിയാണ്, അല്ലേ? ദൈവത്തിന് അറിഞ്ഞിട്ട് ദൈവം ആരാണ്, എങ്ങനെയാണ് പ്രവർത്തിക്കുന്നത് എന്ന് എല്ലാം ദൈവത്തെക്കുറിച്ച് നമ്മൾ അറിയാൻ വേണ്ടിയാണ് ഈ വചന പ്രഘോഷണത്തിൽ പങ്കെടുക്കുന്നത്. അല്ലാതെ എന്തെങ്കിലും സരോപദേശം കേൾക്കാൻ വേണ്ടിയല്ല. ശരിക്കും ദൈവത്തിൻ്റെ പ്രവർത്തനങ്ങൾ എങ്ങനെയാണ് ദൈവം നമ്മളുടെ ജീവിതത്തിലേക്ക് പ്രവർത്തിക്കണമെന്ന് അറിയണമെങ്കിൽ ദൈവത്തെക്കുറിച്ച് നമുക്കറിയണം. ദൈവത്തിൻ്റെ ഓരോ പെരുമാറ്റ രീതികളും അറിയണം. ദൈവം ഏത് പെരുമാറ്റത്തിന് എങ്ങനെയാണ് റെസ്പോണ്ട് ചെയ്യണത്, പ്രതികരിക്കണമെന്ന് അറിയണം. എപ്പോഴും നമ്മൾ ശ്രദ്ധിക്കേണ്ടത് എപ്പോഴും ഒരു നല്ല കാലാവസ്ഥ. ഇപ്പം നിങ്ങൾ ഉടമ്പടിയിൽ ഒത്തിരിയേറെ സൽപ്രവൃത്തികൾ ചെയ്യുന്നവരില്ലേ? ഉടമ്പടിയിൽ സൽപ്രവൃത്തികൾ ചെയ്യുന്നവർ, അത് ഇങ്ങനെ ഒരു ക്രിയ പോക്കുന്ന പോലെ ഉടമ്പടി എടുത്തതാണല്ലോ, എന്നാൽ 10 രോഗികളെ കണ്ടേക്കാം, അങ്ങനെ ചിന്തിക്കുന്നവരുണ്ട്. നമ്മൾ ഉടമ്പടി എടുത്തതാണല്ലോ, അപ്പോൾ ഇങ്ങനെ രോഗികളെ പോയി ആശുപത്രിയിൽ പോയി കണ്ടില്ലെങ്കിൽ, ഇനി ഉടമ്പടിയിലേക്കുള്ള കാര്യം നടന്നില്ലെങ്കിൽ എന്ത് സംഭവിക്കും? ഒരു 50% 60% ആൾക്കാർ അങ്ങനെയാണ് ആ വിഷയത്തെ സമീപിക്കുന്നത്. പക്ഷെ അത് വർക്കൗട്ട് ചെയ്യത്തില്ല. ഇപ്പം നമ്മൾ ഉടമ്പടി എടുത്തതാണല്ലോ, എന്നാൽ രോഗികളെ ആശുപത്രിയിൽ പോയി കാണണമല്ലോ എന്ന് വിചാരിച്ചുകൊണ്ട് നമ്മൾ ക്രിയ പോക്കാൻ വേണ്ടി ആ ഒരു ഉത്തരവാദിത്വത്തിന് നമ്മളിനി ആശുപത്രിയിൽ പോയി രോഗികളെ കാണാത്തത് കൊണ്ട് ഉടമ്പടി വെച്ച് കാര്യം നടന്നില്ലെന്ന് വേണ്ട എന്ന് വിചാരിച്ചുകൊണ്ട് അക്കാനും വേണ്ടി ഒക്കാനിക്കണമെന്ന് പറയും മലയാളത്തിൽ. വെറുതെ പോയി രോഗികളെ കണ്ടിട്ട് എന്തെങ്കിലും പൈസയൊക്കെ കൊടുത്ത് പോരും. അതല്ല ശരിക്കും പറഞ്ഞാൽ വർക്കൗട്ട് ചെയ്യേണ്ടത്. എന്താണ് വർക്കൗട്ട് ചെയ്യേണ്ടത്? അതിൻ്റെ വചനപ്രഘോഷണം എന്താണ്? ഞാൻ രോഗിയായിരുന്നു, നിങ്ങൾ എന്നെ സന്ദർശിച്ചു എന്നാണ് അതിൻ്റെ വചനപ്രഘോഷണം. ടേക്ക് ദ വേർഡ് ഓഫ് ഗോഡ് എന്ന് പറഞ്ഞാൽ അതിൻ്റെ ഗുണം ഇവിടം വരെയാണ്. അത് നമ്മളുടെ ഉടമ്പടി നിയോഗം വരെയാണ് നിങ്ങളത് വരവ് വെക്കുന്നത്. പക്ഷേ കർത്താവ് അതല്ല ഉദ്ദേശിക്കുന്നത്. നിങ്ങളിങ്ങനെ ഒരു കാരുണ്യപ്രവൃത്തി ചെയ്യുമ്പോൾ അതിൻ്റെ ഫലം നിങ്ങളുടെ നിയോഗം വരെ, നിങ്ങൾക്ക് ജപ്തി നടപടി മാറുന്നവരെ എന്നാൽ രോഗികളെ കണ്ടേക്കാം, ജോലി കിട്ടുന്നവരെ രോഗികളെ കണ്ടേക്കാം, അല്ലെങ്കിൽ വിസ പുതുക്കി കിട്ടുന്നവരെ രോഗികളെ കണ്ടേക്കാം. അങ്ങനെ വർക്കൗട്ട് ചെയ്യത്തില്ല. അതിൻ്റെ രീതി എന്ന് പറയണത്, അങ്ങനെ ഈശോ തന്നെ മറ്റുള്ളവരെ തന്നെ കണ്ടുകൊണ്ട് അവരെ പരിചരിച്ചവരോട് പറയണത് എന്താ പറയണത്? എൻ്റെ പിതാവിനാൽ അനുഗ്രഹിതരെ വരുവിൻ എന്ന് പറഞ്ഞേ, ലോകാരംഭം മുതൽ ഒരുക്കിയിരിക്കുന്ന രാജ്യം കൈവശമാക്കുവേൻ. ഈ കാരുണ്യ പ്രവൃത്തികളെ ദൈവം നിങ്ങളുടെ ജപ്തി നടപടിയുമായിട്ടും വിസ പുതുക്കലുമായിട്ടും കല്യാണമായിട്ടല്ല കണക്ട് ചെയ്തിരിക്കുന്നത്. എങ്ങോട്ടാണ് കണക്ട് ചെയ്തിരിക്കുന്നത്? നിത്യതയുമായിട്ടാണ് കണക്ട് ചെയ്തിരിക്കുന്നത്. എൻ്റെ പിതാവിനാൽ നിത്യതയിൽ നമ്മൾ എത്തുമ്പോൾ പിതാവ് നമ്മളെ സ്വീകരിക്കുന്നത് ഈ കാരുണ്യ പ്രവൃത്തിയുടെ ബേസ്മെൻറ്റിലാണ്.